2 വയസ്സുള്ള കുട്ടീനെ കൊണ്ട് അതിൻ്റെ പാരൻസ് വന്ന് പിന്നെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഉറങ്ങാൻ കിടന്ന സമയത്ത് കുട്ടി കുറച്ച് നേരം ഒന്ന് ഒരു മിനിറ്റ് 1.5 മിനിറ്റ് കുറച്ച് നേരം ഒന്ന് മുഴിച്ചിങ്ങനെ നോക്കി. അത് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ കുട്ടീനെ എടുത്തിട്ട് എന്താക്കി അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ചെറിയൊരു ക്ലിനിക്കിൽ കൊണ്ടുപോയി. അവിടുന്ന് ഒരു വൈറ്റൽസ് എല്ലാം നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, ഇനി എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പോകുന്ന സമയത്ത് ഇവരെ ഗ്രാൻഡ് പാരൻസിലോ അങ്ങനെ എന്തോ ഒരു അപസ്മാരത്തിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാൻ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്ന് വന്ന സമയത്ത് അവിടുന്ന് ഈ MRI എടുത്ത് നോക്കിയ സമയത്ത് ഈ ബ്രെയിനിൽ ചെറിയൊരു സ്കാർ പോലെ ഉണ്ട്. അങ്ങനെ EEG എടുത്ത് നോക്കി. അങ്ങനെ ഒരു അപസ്മാരത്തിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് അതിനെ കണക്കാക്കി എന്താക്കി ആൻറ്റി എപ്പിലെപ്റ്റിക് സ്റ്റാർട്ട് ചെയ്ത് വിട്ട്. അപ്പോൾ അത് കുട്ടി അന്നേരം നോട്ടീസ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്തായി പോകുന്നു, പിന്നെ ഒരു അപസ്മാരം വീണ്ടും അപസ്മാരം വന്ന് ബ്രെയിനിൻ്റെ ഫംഗ്ഷനിൽ തന്നെ ചിലപ്പം പ്രത്യേകിച്ച് 2 വയസ്സുള്ള കുട്ടിയൊക്കെയാണ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയം. അത് ചിലപ്പോൾ കുട്ടീൻ്റെ ബ്രെയിനിൻ്റെ വളർച്ചയെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇത് കറക്റ്റ് നോട്ടീസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കൂടുതൽ അതിൻ്റെ പ്രശ്നങ്ങളിലേക്ക് പോകാതെ രക്ഷപ്പെട്ടു. ഇങ്ങനെ അപസ്മാരം ചിലപ്പം ടിപ്പിക്കലായിട്ട് കൈയും കാലും നമ്മൾ കാണുന്ന അപസ്മാരം പോലെ അങ്ങനെ തന്നെ കാണണമെന്നില്ല. ചില കുട്ടികൾ കുറച്ച് നേരം മുഴിച്ച് നോക്കുക, ചിലപ്പം ചില സ്ഥലങ്ങളിലേക്ക് മാത്രം കുറച്ച് നേരം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ ചില കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ വെറും ഷോൾഡർ ഇങ്ങനെ ശ്രഗ് ചെയ്യുന്ന പോലെ മാത്രം കാണാം. അങ്ങനെ മാത്രമായിട്ട് ലക്ഷണങ്ങൾ കാണിക്കുക. ചിലപ്പോൾ ചില കുട്ടികൾ ലിപ് സ്മാക്കിംഗ് എന്ന് പറയും, ചുണ്ടിങ്ങനെ കടിക്കുന്ന പോലെ. അങ്ങനെ പല രീതിയിൽ ലക്ഷണങ്ങൾ കാണിക്കുക. അപ്പോൾ അത്തരം ലക്ഷണങ്ങളെല്ലാം കുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, ഡോക്ടറെ അടുത്ത് കാണിക്കുകയും വേണം. ഓക്കെ.